തീരെ സത്യസന്ധതയില്ലാത്ത, അതായത് ഇൻ്റലക്ച്വലി ആഴമില്ലാത്ത എന്നതിനപ്പുറത്ത് ഇൻ്റലക്ച്വലി ഡിസ്ഹോണസ്റ്റായ, തീരെ സത്യസന്ധതയില്ലാത്ത, ഖുർആനിനെ പറ്റി പച്ചക്കള്ളങ്ങൾ പറയുന്ന ഒരു യുക്തിവാദ പ്രചാരണ ശൈലിയാണ് നിർഭാഗ്യവശാൽ അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ അത് കുറേ കാലമായി അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രസംഗിക്കാനും എഴുതാനും എല്ലാം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അതിന് വേറെ തരത്തിലുള്ളൊരു വിസിബിലിറ്റി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉള്ള ഒരാളാണ്. അത് കേട്ടിടത്തോളം, കണ്ടിടത്തോളം, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പരിശോധിക്കുന്നിടത്തോളം ആർക്കും മനസ്സിലാക്കാൻ പറ്റും, ഖുർആനെ പറ്റി അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും, ഒട്ടും സത്യസന്ധത ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുക അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടൊന്നുമില്ല എന്നാണ്. ഖുർആൻ അദ്ദേഹം വായിച്ചിട്ടില്ല. നമ്മളെങ്ങനെ ഒരു ഗ്രന്ഥം എങ്ങനെ നമ്മൾ വായിക്കുക, നമ്മളെങ്ങനെ പഠിക്കുക, അത് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആ നിലക്ക് സത്യസന്ധമായൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കും. ഇസ്ലാമിനെ പറ്റിയും ഖുർആനെ പറ്റിയുള്ള പ്രസൻറ്റേഷൻസ് നോക്കുക. യുക്തിവാദം പ്രസംഗിക്കുന്നില്ല, നിരീശ്വരവാദം പ്രസംഗിക്കുന്നില്ല, അതിൻ്റെ ഫിലോസോഫിക്കലായ ബേസ് ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് ഇല്ല. ഇതൊന്നും അല്ല വിഷയം. യുക്തിവാദ പ്രചാരണം, സ്വതന്ത്ര ചിന്ത എന്നൊക്കെയാണ് പറയണത്. ആകെ ഇസ്ലാമിനെ പറ്റി, ഖുർആനെ പറ്റി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ് 24 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫിലോസോഫിക്കലി അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം അതിങ്ങനെ അതിൻ്റെ പല ഭാഗത്തു നിന്നും പലതും സന്ദർഭത്തിൽ നിന്ന് ചുരണ്ടിയെടുത്ത് കൊണ്ടുവന്ന് വളരെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആത്മരതി അടയുന്ന ഒരു ശൈലിയാണ്. അവിടെ ഒരു തുറന്ന മനസ്സോടുകൂടി ഖുർആനെ പഠിക്കാനുള്ള ഒരു ശ്രമമില്ല എന്നുള്ള കാര്യം വളരെ കാരണം ഞാൻ പറയണത്, ഇസ്ലാമിനെ പറ്റി വിയോജിപ്പ് പറഞ്ഞ പലരും ഉണ്ടാവും. സ്വാഭാവികമായും ഭൗതികവാദികൾക്ക് ഇസ്ലാമിനെ പറ്റി പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ടാവും. അത് ഉറപ്പല്ലേ. അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ ഖുർആനിനോട് അവർ വിയോജിക്കുന്ന പല ഘട്ടങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഖുർആൻ എന്ന് പറയുന്നൊരു ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. ഇപ്പോൾ സത്യം പറയണം, കളവ് പറയാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, അയൽവാസിനോട് നല്ല നിലക്ക് പെരുമാറണം, മനുഷ്യരെ സഹായിക്കണം, പിന്നെ ആൾക്കാരോട് സ്നേഹവും സാഹോദര്യവും നിലനിർത്തണം, ദാനധർമ്മങ്ങൾ കൊടുക്കണം, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കണം, മക്കളെ സംരക്ഷിക്കണം, ഭാര്യയോട് പിന്നെ അവരുടെ അവകാശങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണം. ഇങ്ങനെ കുറേ വളരെ അടിസ്ഥാനപരമായ മനുഷ്യരുടെ ജീവിതത്തെ ദീപ്തമാക്കുന്ന ഒട്ടനവധി മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെയുള്ള മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്നുള്ള കാര്യം ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. അതായത് അത് 1400 കൊല്ലമായി ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പോപ്പുലേഷൻ്റെ ജീവിതത്തിൽ ഇതേപോലുള്ള കുറേ നന്മകൾക്ക് കാരണമാകുന്ന ഒരു ദർശനമാണ്. നിങ്ങൾക്ക് അതിനോട് തർക്കിക്കാം, അതിൻ്റെ വിശദാംശങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്താം, ഞാനൊരു ഭൗതികവാദിയാണെന്ന് പറയാം, അത് പറയുന്ന പലതിനോടും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ അത് മനുഷ്യ ചരിത്രത്തിലുണ്ടാക്കിയ ഈ നന്മയുടെ വലിയ അടയാളങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഒരു സത്യസന്ധനായ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം എനിക്കിപ്പോൾ മാർക്സിസത്തെ പറ്റിയോ ബുദ്ധമതത്തെ പറ്റിയോ ക്രിസ്തു മതത്തെ പറ്റിയോ ഒക്കെ എനിക്ക് പല വിയോജിപ്പുകളും പറയാം. പക്ഷേ എനിക്കൊരു സത്യസന്ധത വേണ്ടേ? അതുണ്ടാക്കിയൊരു ഗുണത്തിനെ പറ്റി ഈ മാഷിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനത്തിൽ, അതിൻ്റെ ചരിത്രത്തിൽ, അതിൻ്റെ ടെക്സ്റ്റുകളിൽ മനുഷ്യർക്ക് ഗുണകരമായി എന്തെങ്കിലും ഒന്നും ഉള്ളതായിട്ട് ആർക്കെങ്കിലും ഒന്ന് തോന്നണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വിമർശനമാണ്. എങ്ങനെ പരമാവധി ഒരു 110 വിമർശനം ഇന്ന് എങ്ങനെ നടത്താം എന്നുള്ള നിലക്കുള്ള ഖുർആനിൻ്റെ ആ നിലക്കുള്ളൊരു പരിശോധനയാണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഒട്ടും സത്യസന്ധമല്ല, വളരെ വൈകാരികമായ എന്തോ ഒരു തരം ഒരു വിദ്വേഷം, ഒരു ഖുർആനോടുള്ളൊരു ശത്രുത, ഒരു കാരണമറിയാത്തൊരു ശാസ്ത്രവും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അതുകൊണ്ട് കണ്ണ് കാണില്ല, അല്ലെങ്കിൽ എന്തോ ഒരു മാന്ത്രിക കണ്ണട വെക്കുന്നുണ്ട്, വേറെ ആരും കാണാത്തതൊക്കെയാണ് ഖുർആനിൽ കാണുന്നത്. ഖുർആനിലുള്ള കാര്യങ്ങളല്ല പറയണത്. ഖുർആൻ വിമർശനത്തിന് എത്ര വലിയ ചരിത്രമുണ്ട്, എത്ര ആൾക്കാർ ഖുർആനെ വിമർശിക്കുന്നുണ്ട്. അത് ഒബ്ജക്റ്റീവായി ഖുർആൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ഇതിനോട് വിയോജിപ്പ് പറയാന്നുള്ള രീതിക്ക് പകരം ഒരടിസ്ഥാനവുമില്ലാത്ത തികഞ്ഞ കളവുകൾ പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം അത് അങ്ങനെ ഒരു പ്രൊഫൈൽ ഒരാൾ സ്വയം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിൽ പറഞ്ഞു മൂപ്പരൻ്റെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ കളവ് പ്രചരിപ്പിക്കുക, ഖുർആനെ വിളിച്ച് നമുക്ക് പറയാം. മൂപ്പര് ഇതിന് വേണ്ടിയിട്ട് വേറെ ഇപ്പോൾ ഖുർആൻ വായിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. മൂപ്പര് ഏതെങ്കിലും സോഴ്സ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടാകുമോ? ഇതിൻ്റെ പുറമെ ആയിക്കൊണ്ട് മൂപ്പര് പൊതുവെ എടുക്കുന്നത് വേറെ എവിടെന്നെങ്കിലും ആണോ? ഇങ്ങനെ എവിടെന്നെങ്കിലും വലിച്ചു കൊണ്ടുവരലുണ്ടല്ലോ അതേ രൂപത്തിൽ?
എല്ലാം വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതിലും അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് വളരെ ഇന്നോവേറ്റീവാണ് ആള്. ഇന്ന് ലോകത്താരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഖുർആൻ വിമർശനമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ വളരെ റീസെൻ്റായി പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തു നോക്കിയതാണ്. ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഇസ്ലാമിലുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വിമർശിച്ചൂടെ? ഇസ്ലാമിലുള്ള കാര്യത്തിനെ പറ്റി തന്നെ ഇവർക്ക് എത്ര വിയോജിപ്പുണ്ട് അല്ലേ? ഇസ്ലാമിലുള്ള കാര്യത്തിനെ പറ്റി തന്നെ ഇവർക്ക് വിയോജിപ്പുണ്ട്. ഇസ്ലാമിലുണ്ട് എന്ന് 1400 കൊല്ലമായിട്ട് ഒരു മുസ്ലിമിനും അറിയാത്ത, എന്തിനധികം പറയുന്നു ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് പോലും അറിയാത്ത നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാക്കുകയാണ് ഉപരി. എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ, അതാ ഞാൻ പറഞ്ഞത്, എവിടുന്നോ വാങ്ങിയൊരു കണ്ണട ഉണ്ട്. ആ കണ്ണട വെച്ച് മാത്രം നോക്കിയാലേ ഖുർആനിൽ അത് കാണുള്ളൂ. ഇപ്പോൾ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 236, 237 ആയത്തുകളാണ് പുതിയ പിന്നെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. എന്താണ് ആയത്തുകളുള്ളത്? ആ ആയത്തുകളുള്ളത് വളരെ ക്ലിയറാണ്. ഖുർആന്റെ പദപ്രയോഗങ്ങൾ തന്നെ വളരെ ക്ലിയറാണ്. നിങ്ങളൊരാളെ വിവാഹം കഴിക്കുന്നു, പക്ഷെ മഹറൊന്നും നിശ്ചയിച്ചിട്ടില്ല, പക്ഷെ ആ മാരേജ് അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് പോയിട്ടില്ല, നിങ്ങളവരെ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഖുർആന്റെ ലിറ്ററൽ മീനിങ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ശയ്യ പങ്കിട്ടിട്ടില്ല എന്നാണോ, അതല്ല ആക്ച്വൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ളതാണോ എന്നുള്ള വിഷയത്തിലാണ് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ചയൊക്കെ. എന്താണെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം വേണ്ടാന്ന് തീരുമാനിക്കപ്പെടുകയാണ്, തൊലാക്ക് നടക്കുന്നു. ഖുർആന്റെ പദം തന്നെ അങ്ങനെയാണ്. അങ്ങനെ തൊലാക്ക് നടന്നാൽ നിങ്ങൾ മഹർ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും, നിങ്ങളവരെ തൊട്ടിട്ടില്ല, ശാരീരിക വീഴ്ച ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും ആ പെണ്ണിനെ നിങ്ങൾ വെറും കൈയോടെ പറഞ്ഞേക്കരുത്. അത് ചിലപ്പോൾ ആ പെണ്ണിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ വാപ്പയും ഇയാളും തമ്മിലൊരു കരാറായിരിക്കും. ആ പെണ്ണിനെ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ പെണ്ണിൻ്റെ ജീവിതത്തിലൊരു ആക്ച്വൽ പ്രസൻസ് ആയിട്ട് ഇയാൾ വന്നിട്ടേ ഉണ്ടാവില്ല. എങ്കിൽ പോലും ആ പെണ്ണിന് എന്തെങ്കിലും ഒരു സന്തോഷത്തിന് നിങ്ങൾ കൊടുക്കണം എന്നാണ് ഖുർആൻ പറയണത്. കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതായത് സാമ്പത്തികമായ മൂല്യമുള്ള എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ പോലെ കൊടുക്കണം എന്നാണ്. ഇത് ഇസ്ലാമിൻ്റെ വളരെ മഹത്തായ, അതായത് പെണ്ണിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു നിയമമാണ്. എന്നിട്ട് പറയാണ്, അഥവാ ഇനി മഹർ തീരുമാനിച്ചിട്ടാണ് കല്യാണം ഉണ്ടായത്, പക്ഷെ വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല, നിങ്ങളും ആ സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല, തൊലാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ മഹർ നിങ്ങൾ കൊടുത്തിട്ടില്ല, മഹർ തീരുമാനിച്ച മഹറാണെങ്കിൽ ആ മഹറിൻ്റെ പകുതി കൊടുക്കണം. അതായത് പിന്നെ ആക്ച്വലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മഹറിൻ്റെ പകുതി കൊടുത്തിട്ട് വേണം അവരെ പറഞ്ഞേക്കാൻ എന്നാണ് ഖുർആൻ പറയണത്. ഇതിലെ മാനവികത വളരെ വ്യക്തമാണ്. ആ മാനവികത ഒന്നും ആൾ കണ്ടിട്ടില്ല. ആൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഇത് കല്യാണത്തിനെ പറ്റിയല്ല പറയണതെന്നാണ്. ഞാനത് കേട്ടിട്ട് അതായത് എന്താണ് പറയണതെന്ന് ഉപരി പിന്നെ വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനെ പറ്റിയാണ് പറയണത്. അതായത് ഒരു വേശ്യയെ വിളിച്ചുകൊണ്ട് വരുന്നു, ആ വേശ്യയെ വിളിച്ചിരുന്നിട്ട് അയാളിങ്ങനെ അത് വിശദീകരിക്കുകയാണ്. ആ വിശദീകരിക്കുന്ന ചേഷ്ടകളൊക്കെ നമ്മൾ കാണണം. വിളിച്ചുകൊണ്ട് വരുന്നു, അവസാനത്തേക്ക് എത്തിയിട്ടില്ല, ബാക്കി എല്ലാ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെച്ച് തോന്നുകയാണ് വേണ്ട പറഞ്ഞേക്കാൻ തോന്നുകയാണ്. ആ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം എന്നാണ് പറഞ്ഞത്. നേരത്തെ പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, അഥവാ പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഈ ലാസ്റ്റ് ആക്ച്വൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റൂമിൻ്റെ ഉള്ളിൽ ബാക്കിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ പറഞ്ഞേക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി പൈസ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കണേ, ഇത് ഖുർആനിലില്ല. അത് നിക്കാഹ് ചെയ്ത പെണ്ണിനെ തൊലാക്ക് ചെയ്യുന്നതിനെ പറ്റിയാണെന്നുള്ള ഖുർആൻ ആയത്തും തന്നെ വളരെ ക്ലിയറാണ്. 1400 കൊല്ലമായിട്ട് മുസ്ലിം ലോകത്ത് ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. ഞാനതാ പറഞ്ഞു, ഇസ്ലാം വിമർശകർ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇയാൾ ഏത് ഖുർആനാണ് വായിക്കണത്? എവിടുന്നാണ് ഈ അർത്ഥം കിട്ടണത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ അത്ര ഇന്നോവേറ്റീവ് ആണെന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ
തീരെ സത്യസന്ധമല്ല. അതായത് വ്യഭിചാരത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്, വേശ്യാവൃത്തിയോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം എന്താണ്, ഇത് അത്രയും ക്ലിയറാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പറ്റി സാമാന്യ പരിചയമെങ്കിലുമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഇസ്ലാം അസന്നിഗ്ധമായി നിരോധിച്ചിട്ടുള്ള മഹാപാപമാണെന്ന് പറഞ്ഞിട്ടുള്ള, മഹാവൃത്തികേടാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഒരിക്കലും ഇസ്ലാമിൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ, അതായത് ഖുർആനെ പറ്റി ഒരു സാധാരണ മുസ്ലിമിനറിയാം, ഒരു സാധാരണ അമുസ്ലിമിനറിയാം. ഈ ഭൗതികവാദികൾ മുഴുവൻ ഇസ്ലാമിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ഉള്ളിൽ ഒതുക്കണം, അല്ലെങ്കിൽ നിയമാനുസൃതമായ മാർഗ്ഗങ്ങളിൽ ഒതുക്കണം എന്നുള്ള ഇസ്ലാമിൻ്റെ നിലപാടിനെതിരെയാണ് സ്വതന്ത്ര ചിന്തകരെ വലിയൊരു കലാപം പോലും. ഇപ്പോൾ ഇത് ഇസ്ലാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരും പിന്നെ മുസ്ലിങ്ങളും തമ്മിൽ ശരിക്ക് അങ്ങനത്തെ സാംസ്കാരിക സംവാദങ്ങൾക്ക് പോലും വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാൻ അതിലെങ്കിലും ഒരു സത്യസന്ധത കണ്ടിട്ട് ഇങ്ങനെ പിന്നെ ഇസ്ലാമിൽ ഇതാണ്, ഞാൻ മുസ്ലിം ആവുകയാണെന്ന് അവർ പറയേണ്ടത് ശരിക്ക്. പക്ഷെ ഇസ്ലാമിൽ അതല്ല. ഞാൻ പറയണത് ഇത്ര ബ്ലാറ്റൻ്റായി ഖുർആനെ പറ്റി കളവ് പറയാണ്. എന്നിട്ട് ഇയാൾ പറയാണ്, എനിക്ക് ഈ ആയത്ത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് കല്യാണത്തിനെ പറ്റിയല്ല, ഇങ്ങനെയാണെന്ന് മനസ്സിലായി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു രേഖയും കിട്ടി. ആലോചിച്ച് നോക്കുക. അതായത് ഒരു ഖുർആൻ എന്ന് പറയുന്നത് 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട് ആരോ കെട്ടിപ്പൊതിഞ്ഞ് ഏതോ അൾമാറിൻ്റെ ഉള്ളിൽ പൂട്ടി, പിന്നെ അത് വിസ്മൃതിയിൽ പോയി, എന്നിട്ട് ഇയാൾ പോയിട്ട് ആ അൾമാറ തുറന്ന് എടുത്തുകൊണ്ടെന്ന് 1400 കൊല്ലത്തിന് ശേഷം അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. അതൊരു ലിവിങ് ട്രഡീഷനാണ്. അതായത് 1.5 നൂറ്റാണ്ടോളം കാലം മുസ്ലിങ്ങൾ നിരന്തരമായി വായിക്കുകയും അർത്ഥം പഠിക്കുകയും ചർച്ച ചെയ്യുകയും മഹാവ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും ചെയ്ത് അങ്ങനെ, അതായത് മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ പോകുന്നൊരു ഗ്രന്ഥമാണ്. ഈ 1400-1500 കൊല്ലത്തിൻ്റെ അടുക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം പൊടുന്നനെ മൂപ്പർക്കാണ് മനസ്സിലായി. ആ മനസ്സിലായതിന് ഒരു രേഖയും കിട്ടിയെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരു ഇംഗ്ലീഷ് സൈറ്റിൽ പിന്നെ ഇബ്നു അബ്ബാസിൻ്റെ പിന്നെ തഫ്സീർ എന്നുള്ള നിലക്ക് ഈ ആയത്തിന് അദ്ദേഹം ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു നിവേദനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വായിക്കുന്നത്. ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞോ, പിന്നെ അതിൻ്റെ നിവേദക പരമ്പര എന്താണ്, അങ്ങനത്തെ ചർച്ചകളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ മാത്രം പോവുകയാണ്. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എന്താ ഉള്ളത്? അത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പിന്നെ സ്ത്രീക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്, പിരിച്ചയക്കരുത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, നാട്ടിലെ ഒരു രീതി അനുസരിച്ച് ഒരു മോശമല്ലാത്തൊരു തുക നിങ്ങൾ കൊടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ചിലപ്പോൾ നല്ല പൈസ ഉള്ള ആളാണെങ്കിൽ കുറേ കൊടുക്കണം, അത്ര കഴിയാത്ത ആളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. അതായത് നാട്ടിൽ വേശ്യാവൃത്തി നടക്കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ സംഗതിക്കൊക്കെ പോണ ആൾക്കാർ കൊടുക്കുന്ന ചെറിയ ചില്ലറ പൈസ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്, അത്ര കൊടുത്താൽ പോരാ, അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡീസൻ്റായ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ വരുന്നൊരു പൈസയാണ് നിങ്ങൾ കൊടുക്കണ്ടേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് അയാൾ വായിച്ച ടെക്സ്റ്റിൽ തന്നെ ഉള്ളത്. എന്നിട്ട് അതാണ് മൂപ്പരെ തെളിവ്. എന്ത്? ഖുർആൻ പറയണത് വേശ്യാവൃത്തിനെ പറ്റിയാണ്, ഒരു വേശ്യനെ വിളിച്ചു വരുത്തുന്നതിനെ പറ്റിയാണെന്ന് പറയണതിൻ്റെ തെളിവ് അതാണ്. എന്നിട്ട് അതിങ്ങനെ പ്രഘോഷിച്ചിട്ട് അങ്ങനെ എന്താണ് ഭയങ്കര വിജയാരവത്തോടു കൂടി എന്തോ മഹത്തായ കണ്ടെത്തൽ നടത്തിയ ഒരു ഗവേഷകനെ പോലെ അത് വരികൾക്കിടയിലൂടെ വായിക്കാൻ പഠിക്കണം എന്നൊക്കെയാണ്. ഇത് എന്ത് വരികൾക്കിടയിലൂടെയുള്ള വായനയാണിത്? ഞാൻ പറയണത് ഇതൊരു വയലൻസാണ്, ഒരു എപ്പിസ്റ്റമോളജിക്കൽ വയലൻസാണ്. ഒരു ജ്ഞാനശാസ്ത്രപരമായ ഒരു ഗ്രന്ഥത്തെ എങ്ങനെ വായിക്കണം, അതിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെ, അതിലൊരു സത്യസന്ധത വേണ്ടേ? ജനാധിപത്യത്തിൽ വിമർശിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായി ആദരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത വേണ്ടേ? എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവായൊരു ബേസ് വേണ്ടേ? ഈ തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ, ഞാൻ പറയണത് അയാൾക്ക് അറബി അറിയോ, അറബി അറിയാതിരിക്കോ, ഖുർആൻ അറിയോ, ഖുർആൻ അറിയാതിരിക്കോ, അതൊക്കെ പോട്ടെ. അതായത് ഇതിന് ഒരു സാമാന്യ ബുദ്ധി മതി, ഇതിനൊരു ബോധം മതി. ഒരു സാമാന്യ ബോധത്തോടുകൂടി, ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി, ഒരു സത്യസന്ധതയോടുകൂടി. ഖുർആനെ അയാൾക്ക് വിമർശിക്കണം എന്ന് വിചാരിച്ച് ഖുർആനിലെ എല്ലാത്തിനും വിമർശിച്ചുകൊള്ളുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ?
ഞാനിപ്പോൾ ഒരു ആശയത്തിനെ വിമർശിക്കണം, ഒരു പ്രത്യയശാസ്ത്രത്തിനെ വിമർശിക്കുകയാണെന്ന് വിചാരിച്ച് അതിൻ്റെ എല്ലാ മുക്കും മൂലയും അതിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിമർശിക്കേണ്ടതുണ്ടോ? അതിന് വേണ്ടി അതിലില്ലാത്ത ആശയങ്ങൾ ഞാൻ കെട്ടിവെക്കേണ്ടതുണ്ടോ? അതില്ലല്ലോ. അപ്പം ഞാൻ പറയണത് ഒരു തരത്തിലുള്ള ഒരു 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 മനോവിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഈ ഖുർആൻ വായന നടക്കുന്നതെന്നാണ്. കാരണം ഖുർആനിൽ ഒരു മനുഷ്യന് കേട്ടാൽ ഇഷ്ടം തോന്നുന്ന ഒന്നും ഖുർആനിൽ ഉണ്ടായിക്കൂടാ, അങ്ങനത്തതൊന്നും ആൾക്കാർ കേട്ടുകൂടാ. ഖുർആനിലൊരു ആയത്ത് കണ്ടിട്ട് അതിൽ വിമർശിക്കാൻ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നും കിട്ടണില്ലെങ്കിൽ ആ ആയത്തിൻ്റെ അർത്ഥം മാറ്റിയിട്ട് നമ്മളായിട്ടൊരു അർത്ഥം ഉണ്ടാക്കിയിട്ട് അങ്ങനെയെങ്കിലും അതിലൊരു വിമർശനം ഉന്നയിക്കണം. എന്നിട്ട് അതിന് തെളിവായിട്ട്, അതായത് ഇംഗ്ലീഷ് അറിയൂലേ, ഏതായാലും ഇംഗ്ലീഷ് അറിയും ആശിക്കുന്നതാണ് നമ്മൾ വിചാരിക്കണം. അത് വായിക്കുന്ന സമയത്ത് അത് ഉള്ളിൽ കയറണില്ല. കാരണം ഇതിന് തെളിവാന്ന് വിചാരിച്ചിട്ടാണ് ഇത് വായിക്കണത്. അതുകൊണ്ട് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് ഉള്ളിലേക്ക് കയറണില്ല. ആ കയറാത്ത തരത്തിൽ മനസ്സിൻ്റെ വിദ്വേഷം കൊണ്ട് ഒരു വിഭ്രാന്തിയിൽ അദ്ദേഹം അകപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്ത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. എനിക്ക് ഈ കേരളത്തിലെ യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വല്ല ഭാവിയും വേണമെന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇസ്ലാമിനെ പറ്റി ഖുർആനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഒരു സ്രോതസ്സായി സ്വീകരിക്കരുതെന്നാണ്. കാരണം സ്വാഭാവികമായി യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ പലരും ഇസ്ലാമിനെ പറ്റി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ പഠിച്ചവരോ ഒന്നും ആവില്ല. അവർ എല്ലാ വിഷയങ്ങളെ പറ്റി പഠിക്കുന്ന പോലെ ഇതും ഒതൻറ്റിക്കാണ്, നല്ലൊരു സോഴ്സാണ്, അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ച് വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളെ അടക്കം അദ്ദേഹം വളരെ സുന്ദരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയണത്. ഇതിൽ വേറെന്ന് പറയാനുള്ളത്, ഇപ്പോൾ സാമാന്യമായി ബുദ്ധിയില്ലാത്ത, അതോടൊപ്പം തന്നെ ഇന്നോവേറ്റീവായിട്ട് ഇങ്ങനെ പച്ചക്കള്ളം ഖുറാൻ്റെ പേരിൽ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വേറൊരു രീതിശാസ്ത്രമാണ് എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ഖുറാൻ്റെ ഓരോ രീതിശാസ്ത്രം പറയുന്നതോടൊപ്പം തന്നെ ഓരോ ഇതിലും ഇങ്ങനെ പുട്ടിലിങ്ങനെ തേങ്ങ ഇടുന്ന പോലെ ഇങ്ങനെ വെറുതെ നബീനെ വെറുപ്പ് ഉൽപ്പാദിക്കും, നബിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുക, അതിലൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് മൂപ്പരുടെ രീതിശാസ്ത്രമായിട്ട് കാണുന്നുണ്ട്. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയ്ക്ക് ഒരു മാതൃക പോലെ ചൊടിപ്പിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കൊരാളോട് സംസാരിക്കാം, അയാൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഇത് തെറ്റിദ്ധാരണ എന്നതിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ അവമതിക്കുന്നതിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റിയുള്ള പലതരത്തിലുള്ള, അതായത് ഖുർആനെ പറ്റി കളവ് പറയണ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും കളവ് പറയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പലപ്പോഴും ഇപ്പോൾ ഈ ക്ലാസിക്കൽ ഇസ്ലാമിക് ടെക്സ്റ്റുകളൊക്കെ നേരിട്ട് പോയി വായിക്കാനും അതിലെ ശരിയും തെറ്റും കണ്ടെത്താനും എല്ലാം പരിമിതികളുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ മലയാളം അറിയാത്ത പ്രശ്നമില്ലല്ലോ ഏതായാലും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ആ ആയത്തിൻ്റെ വിശദീകരണം പറയാണ്. അപ്പോൾ അമാനി മൗലവിൻ്റെ തഫ്സീറാണ് ഇവർ വായിക്കുന്നത്. അപ്പോൾ പിന്നെ അമാനി മൗലവിൻ്റെ തഫ്സീർ വായിച്ചിട്ട് ഇവർ പറയണത് എന്താ വെച്ചാൽ, അമാനി മൗലവി പറയുന്നുണ്ട് പിന്നെ എന്താണ് ഈ സ്ത്രീക്ക് കൊടുക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇന്നത് കൊടുക്കണം, ഇത്ര കൊടുക്കണം. അത് ചില ആൾക്കാർ ഒരുപാട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ അത്ര വേണ്ടാന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഖുർആൻ സ്റ്റേറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഒരു ഓപ്പൺ എൻഡഡ് ആണ്. അതായത് നമ്മൾക്ക് ഓരോരുത്തരുടെയും സാഹചര്യത്തിന് അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുകയാണ്, എന്നിട്ട് അമാനി മൗലവി ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്, ചില മഹാന്മാരൊക്കെ ആയിരക്കണക്കിന് വരുന്ന എമൗണ്ട് ഈ സമയം ഇങ്ങനെ തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്തതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും എന്ന് അമാനി മൗലവി പറയുന്നുണ്ട്. ഇത് വായിച്ചിട്ട് ഉപരി വിശദീകരണം എന്താ അറിയോ? ഇത് മുസ്ലിം ലോകത്ത് സ്ഥിരം പരിപാടിയായിരുന്നു, ഇത് സാർവത്രികമായിരുന്നു. അതായത് പിന്നെ ഖുർആനി പറയണ തൊലാക്കുണ്ടല്ലോ, ആ തൊലാക്ക് ഇങ്ങനെ എല്ലാ മഹാന്മാരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു, പല പല മഹാന്മാരും ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് അമാനി മൗലവി പറയണത്. അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് സാർവത്രികമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഇത് വളരെ വ്യാപകമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഇടക്കിടക്ക് സംഭവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് സംഭവിച്ച ചില മഹാന്മാർ, അതായത് ചില ആൾക്കാർക്ക് ഇത് ചെയ്യേണ്ടി വന്നപ്പോൾ അവർ വളരെ ജനറസ് ആയി പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതൊരു മഹത്വമല്ലേ? അതായത് അവർ പിന്നെ കല്യാണം കഴിച്ചു, പക്ഷെ അത് കോൺസുമേറ്റ് ചെയ്തിട്ടില്ല. അവർ പിന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നാൽ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്ന സമയത്ത് വളരെ ജനറസായി ആ സ്ത്രീക്ക് അവരിത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇതിന് എന്തിനാണ് ഒരു യുക്തിവാദിക്ക് പ്രശ്നം?
എന്നിട്ട് അതിനങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ അമാനി മൗലവിൻ്റെ ആ പരിഭാഷയിലുള്ള വാചകങ്ങളും ഈ വീഡിയോയിൽ മൂപ്പര് പറയുന്ന വാചകങ്ങളും തമ്മിൽ, അതായത് പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോൾ ഓക്കെയാണ്, അതിനുശേഷം മൂപ്പരൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ആ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അമാനി മൗലവി പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യമാണ്. മലയാളം വായിച്ചാൽ മനസ്സിലാവാത്ത പ്രശ്നം ഒരു മലയാളിയായ അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ മാഷെങ്കിലും ആയ മൂപ്പർക്ക് എന്തായാലും ഉണ്ടാവുമോ? അതാ ഞാൻ പറഞ്ഞത്. ഇത് എന്ത് തരം സത്യസന്ധതയാണ് ആലോചിച്ച് നോക്ക്. വേറെ ഇപ്പം അമാനി മൗലവിൻ്റെ തഫ്സീർ അല്ലാതെ ഫിഖ് ഹുസുന്ന, സയ്യിദ് സാബിക്കിൻ്റെ ഫിഖ് ഹുസുന്നയാണ് വേറെ. പിന്നെ ഇതേ വീഡിയോയിൽ മൂപ്പര് സൈറ്റ് ചെയ്യുന്ന വേറൊരു പുസ്തകം. ആ പുസ്തകത്തിൽ നിന്ന് മൂപ്പര് പറയണത് എന്താ പറയുക, ആ ബുക്കിലൊരു ചർച്ച ഉണ്ട് ഫിഖ് ഹുസുന്നയിൽ. സ്വാഭാവികമായിട്ടും മഹറിനെ പറ്റിയുള്ള സെക്ഷനിൽ മഹറുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ വരുന്ന സമയത്ത് മഹർ എപ്പോഴാണ് നിർബന്ധമാവണം എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അതായത് മഹർ കൊടുക്കാതെ, അതായത് നിക്കാഹിൻ്റെ സമയത്ത് മഹർ കൊടുത്തിട്ടില്ല, മഹർ പിന്നെ കൊടുക്കാം എന്നുള്ള നിലക്ക് കാണുന്ന ഒരു നിക്കാഹാണ്. പക്ഷേ അത് ഡിവോഴ്സായി, പെട്ടെന്ന് ഡിവോഴ്സായി. അപ്പം മഹർ കൊടുക്കേണ്ടതുണ്ടോ, എപ്പോഴാണ് ഈ മഹർ നിർബന്ധമാണ്? അപ്പം ഈ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഉള്ള ചർച്ചയാണ്. അപ്പോൾ ആ ചർച്ചയിൽ ഇവർ പറയുന്നുണ്ട്, പിന്നെ ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങൾ സ്പർശിച്ചിട്ടില്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പകുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ആക്ച്വൽ ഇൻ്റർകോഴ്സ് നടക്കണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ വേറൊരു അഭിപ്രായം എന്നുള്ള നിലക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇവർ രണ്ടുപേരും ഒറ്റക്കായാൽ മതി, ഒരു മുറിയിൽ ഒരുമിച്ചായാൽ മതി, അവർക്ക് ഇൻ്റർകോഴ്സിന് പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതായാൽ മതി. അതായത് വേറെ ആരും കാണുന്നില്ല, അവർക്ക് പ്രൈവസി ഉണ്ട്, പിന്നെ പീരിയഡിൻ്റെ സമയമല്ല, അല്ലെങ്കിൽ നോമ്പില്ല, അവർക്ക് വേണമെങ്കിൽ ഇൻ്റർകോഴ്സ് ആകാവുന്നതാണ്. ആ രീതിയിലുള്ളൊരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ പറഞ്ഞ പോലെ സ്പർശിച്ചു എന്നുള്ള നിലക്കന്നെ കാണണം, ഇൻ്റർകോഴ്സ് നടന്നു എന്നുള്ള നിലക്കന്നെ കാണണം. അപ്പം മഹർ പൂർണ്ണമായിട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ്. ഇത് വായിച്ചിട്ട് പിന്നെ ജബ്ബാർ ഭാഷ പറയണത് എന്താ വെച്ചാൽ, കണ്ടോ നിങ്ങളൊരു പെണ്ണിനായിട്ട് എവിടെയെങ്കിലും ഒറ്റക്കായാൽ അവൾക്ക് മഹർ കൊടുക്കണം എന്നാണ്. അപ്പോൾ അതിൽ പറയുന്നത്, നിങ്ങൾ റൂമിൽ കയറി വാതിലടച്ചാൽ ഒരു കർട്ടൻ ഇട്ടാൽ ആ കർട്ടൻ്റെ പിന്നിലായാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇൻ്റർകോഴ്സ്, അതായത് അത്ര നടന്നാൽ മതി, അത്ര നടന്നാൽ മഹർ നിർബന്ധമാവുമെന്ന് പറഞ്ഞേനെ. ആ വായിക്കുന്ന പാരഗ്രാഫുകളിൽ തന്നെ ഉണ്ട് ദമ്പതികളെന്നും ഭാര്യാന്നും ഭർത്താവെന്നും ഇവർ ഒരുമിച്ചാകാന്നൊക്കെ ഉണ്ട്. അത് വായിച്ചിട്ട് പറയണത് പിന്നെ ഏതെങ്കിലും ഒരാണും പെണ്ണും എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഒന്ന് ഒറ്റക്കായാൽ, നിങ്ങളൊക്കെ പല പെണ്ണുങ്ങളും ഒറ്റക്കാകുന്നില്ലേ, നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് മഹർ കൊടുക്കണം, ആ പെണ്ണിന് മഹർ കൊടുക്കണം എന്നാണ് ഖുർആൻ പറയണതെന്നാണ് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയാണ്. ഞാൻ ഈ യുക്തിവാദം സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഒരു നിലവാരം ആൾക്കാർ തെറ്റിദ്ധരിക്കെങ്കിലും ചെയ്തിരുന്നൊരു പരിപാടിയല്ലേ? അല്ല, അങ്ങനെയല്ല നമ്മളെല്ലാം. അതായത് അത്യാവശ്യം പുരോഗമനപരമായ ഒരു എന്താ പറയുക ചിന്തയെയും യുക്തിയെയും ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമല്ലേ. മാഷെപ്പറ്റി മാത്രമല്ല, അയാളെ ഫാൻ ബേസായി നിൽക്കുന്ന ആൾക്കാരെ പറ്റി എനിക്കിപ്പോൾ നല്ല ബേജാറ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കേണ്ടത്. എല്ലാവരും കൂടി അത് ഈ കൊമൻസിൽ വന്നിട്ട് പിന്നെ ഈ വീഡിയോനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും അതിനെ പ്രൈസ് ചെയ്തിട്ടും എല്ലാം എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത്ര സിമ്പിളായി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന, തട്ടിപ്പ് നടത്താൻ പറ്റുന്ന, കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന ഒരു അനുയായി വൃന്ദമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആൾദൈവങ്ങൾ അനുയായികൾക്ക് ഇതിനേക്കാൾ ബുദ്ധി ഉണ്ടാവുന്നതാണ്. അതായത് ഒരു ദൈവം പിറവി കൊള്ളുകയാണ്. അയാൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് ശരിയാണ്, അയാളെ ഫാൻസിന് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിവാദികളോട് പറയുന്നത്, നിങ്ങളുടെ തന്നെ രീതിശാസ്ത്രത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. കാരണം ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പഠിക്കണ്ടേ, അതിൻ്റെ സോഴ്സൊക്കെ പോയി പഠിക്കണ്ടേ. അപ്പം അത്രയും, അതായത് മലയാളത്തിൽ വായിച്ചൊരു പുസ്തകം, 2 പുസ്തകങ്ങളെ കാര്യം ഞാൻ പറഞ്ഞത്, അതിൽ 2ലും അതിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറേ സമയം ചിലവാക്കുകയാണ്, അതിൻ്റെ പേരിൽ വെച്ച് കെട്ടുകയാണ്. അങ്ങനത്തെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇങ്ങനത്തെ ഒരു ഭാഷയിൽ സംസാരിക്കുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. ഞാൻ പറയണത് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഞാൻ പറയണത് ഒരു റിഗ്രറ്റ് വരേണ്ട ഒരു കാര്യമാണിത്. അത് വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു റിഗ്രറ്റ്, അതായത് സത്യസന്ധത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ഗുണമാണ്. അത് ഒന്നുകിൽ സത്യസന്ധത ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിദ്വേഷം കൊണ്ട് കണ്ണ് കാണാതായിട്ടാണ്. വായിക്കുന്നതൊക്കെ വേറെന്തോ ആയിട്ട് മനസ്സിലാവുകയാണ്.
ഒരു സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് നമ്മൾ ജബ്ബാർ മാഷ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ യുക്തിവാദികൾക്ക്, അല്ലെങ്കിൽ സത്യസന്ധമായി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവരുണ്ട്, നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, അവർ എങ്ങനെ ഒരു രീതിശാസ്ത്രം എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവേണ്ടത്? എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരിക്കലും ഇങ്ങനെ ഇത് മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ശരിക്കും അവർക്കൊരു ഒരു കൈമുതലായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് തോന്നുന്നത്. അതെ, അത് പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്നൊരു കാലം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം വെച്ചിട്ട് വളരെ അപകടകരമായ സങ്കീർണമായ ഒരു ചുരവക്കിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ വിള്ളലുകൾ വീണുകൊണ്ട് നമ്മൾ പരസ്പരമുള്ള ഭീകരമായ തെറ്റിദ്ധാരണകളിലേക്ക് കേരളീയ സമൂഹം പോവുകയാണ്. അപ്പോൾ അത് ഈ ഇസ്ലാമോഫോബിയ എന്നൊന്നും പറയുന്നത് ഒരു ചെറിയ പനിയല്ല. അത് ആഗോള തലത്തിലും ദേശീയ തലത്തിലും ഉണ്ടായ വലതുപക്ഷത്തേക്കുള്ള മൊത്തത്തിൽ ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുബന്ധം എന്നുള്ള നിലക്കാണ് ഈ നിയോ ഐത്തീസം, ഈ നവനാസ്തികത, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പറ്റി വെറുപ്പ് പടർത്തുക, തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുക, വളരെ ബോധപൂർവം ഒരു വംശീയമായ അവമതിപ്പ് തന്നെ മുസ്ലിങ്ങളെ പറ്റി ഉണ്ടാക്കുന്ന തരത്തിൽ ഇസ്ലാമിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുക, അതിൽ എല്ലാതരം വൈജ്ഞാനികവും ബൗദ്ധികവുമായ സത്യസന്ധതകൾ ഇല്ലാതാക്കുക, എന്നിട്ട് അതിന് അക്കാഡമികമായ ഉടയാടകൾ അണിയുക. ഇതൊക്കെ ലോകത്തെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും വലിയ ട്രാജഡി എന്താ വെച്ചാൽ കേരളത്തിലെ നവനാസ്തികരുടെ കൂട്ടത്തിലെ തികഞ്ഞ ഇസ്ലാമോഫോബുകളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത ഒരു പക്ഷമുണ്ട്. സി രവിചന്ദ്രനും അങ്ങനത്തെ ആൾക്കാരിലുള്ള ഒരു പക്ഷമുണ്ട്. അവർക്കെതിരെ പോരാടുന്നു, യുക്തിവാദത്തിനെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരെന്നെ എങ്ങനെയാണെങ്കിലും എന്തായിരിക്കും ഞാൻ പറയണത്, നന്നാക്കാൻ ഇറങ്ങിയവരാണ് ഇവർ പറയണത് ഇതിനൊക്കെ എതിരാണെന്നാണ്. അതായത് സംഘപരിവാറിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകമായി യുക്തിവാദം മാറുന്നതിനെതിരിൽ ജാഗ്രത സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഇസ്ലാമിനോട് പെരുമാറുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വിമർശനത്തിന് മറുപടി അറിയില്ല, ആ വിമർശനം കളവാടെന്നാണ് പറഞ്ഞത്, ആര് സത്യസന്ധത ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഏത് കാലത്താണ് മുസ്ലിങ്ങളെപ്പറ്റി വളരെ ബോധപൂർവം തെറ്റായ ധാരണകൾ വ്യാപിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിൻ്റെ എല്ലാം അടിയിലുള്ള കൊമൻസ് ഉണ്ടല്ലോ, ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് വരുന്ന കൊമൻസ്, ആ കൊമൻസ് പരിശോധിച്ചാൽ അറിയാം അതിൽ പലതും നമ്മളീ പറയുന്ന എന്താ പറയുക ക്രിസ്ത്യൻ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ RSSനെ പോലുള്ള ഐഡിയോളജി ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. അതല്ലാതെ യുക്തിവാദികളല്ലത്. യുക്തിവാദികൾ എന്ന് പറയുന്നവരതിലുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അവർ മാത്രമല്ല, ഇത് ആർക്കാണ് കാറ്റർ ചെയ്യുന്നത്, ആരെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ വീഡിയോസ്, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇസ്ലാമിനെ ഇങ്ങോട്ട് ഡെമോണൈസ് ചെയ്ത് മാനവികതയുടെ ഒരംശവും ഇല്ലാത്ത വളരെ പിന്തിരിപ്പനും പ്രാകൃതവുമായ ഒരു ആശയമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു യുക്തിവാദി ധർമ്മമല്ല. യുക്തിവാദികൾക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അതൊന്നല്ല യുക്തിവാദത്തിൻ്റെ പണി. അത് പക്ഷേ ആ യുക്തിവാദത്തിന് പകരം ഇത് RSSൻ്റെ പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പണിയെടുക്കുകയാണ്. അതിനു വേണ്ടി പച്ചക്കളവുകൾ പറയുന്ന അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലുമൊക്കെ യുക്തിവാദി സുഹൃത്തുക്കൾ, ഇപ്പോൾ ഇവിടുത്തെ നല്ലവരായ ഹിന്ദു സുഹൃത്തുക്കൾ, ഇവിടുത്തെ നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഇസ്ലാമിനെ പരിചയമുണ്ട്, മുസ്ലിങ്ങളെ പരിചയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ളതെന്നല്ല ഇസ്ലാം എന്ന് ഓരോട് പറയാണ്. എന്നിട്ട് അവരുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് ഇവിടെ സമൂഹത്തെ വിഭജിക്കുക എന്ന സംഘപരിവാർ ദൗത്യത്തിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രിസ്ത്യൻ സഹോദരങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ ആളെ നിങ്ങളുടെ ഖുർആൻ പഠനത്തിനുള്ള, ഇസ്ലാം പഠനത്തിനുള്ള സ്രോതസ്സായി സ്വീകരിക്കരുത്. അതാണ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ ഖുർആൻ വിമർശനത്തിൻ്റെ അതോറിറ്റി മൂപ്പരാണ്. അതാണ് പ്രഭവം എന്നാണ് പറയുന്നത്. മൂപ്പരാണ് അതിൻ്റെ സുപ്രീം എന്നാണ്. അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എടുത്തു വരുന്നത്. അപ്പം സ്വാഭാവികമല്ലേ, നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു യുക്തിവാദിയല്ലേ,
ഇസ്ലാമിനോട് പ്രത്യേകമായ വൈരാഗ്യവും ഒന്നും ഇല്ലാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എന്നാണ് പലരും വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പിന്നെ ഈ എന്താ പറയുക വൈശാഖൻ തമ്പി ഈ കേരളത്തിലെ യുക്തിവാദികളുടെ ഇടയിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതുണ്ട് എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം മുസ്ലിങ്ങളെയും ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളെയും നമ്മൾ വേർതിരിച്ച് കാണണം. ടെക്സ്റ്റിൽ പലതും ഉണ്ടാവും, പല വയലൻസും ഉണ്ടാവും, പക്ഷേ അതനുസരിച്ചൊന്നല്ല മുസ്ലിങ്ങൾ ജീവിക്കണത് എന്നാണ് മൂപ്പര് പറയണത്. ഞാൻ പറയണത് ഇദ്ദേഹം അടക്കമുള്ള യുക്തിവാദികൾ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളെ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ പലരും ആയിരിക്കും. അപ്പോൾ ഇത് ഒരു മിസ്ഇൻഫർമേഷൻ്റെ ബോധപൂർവമായ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ പഠിക്കാൻ ഒരുപാട് സ്രോതസ്സുകളുള്ള കാലത്താണ് ഇപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജബ്ബാർ മാഷി വിമർശിക്കുന്ന ഇസ്ലാം ഏതാണെന്ന് മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അങ്ങനെ ഒരു ഇസ്ലാം ദുന്യാവിലില്ല, ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മൂപ്പര് പറയുന്ന നിയമങ്ങൾ ഇസ്ലാമിലുള്ള നിയമങ്ങളല്ല. അപ്പോൾ അത്രയും സത്യസന്ധത ഇല്ലാതെ അപ്പോൾ അദ്ദേഹം പുനരാലോചന നടത്തണം, അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകൾ പുനരാലോചന നടത്തണം. വലിയൊരു നുണ വ്യവസായമായി യുക്തിവാദത്തെ പരിവർത്തിപ്പിക്കേണ്ടതുണ്ടോ എന്ന് യുക്തിവാദികൾ ആലോചിക്കണം. കുറച്ച് സത്യസന്ധത പുലർത്തിയാൽ എന്താ പറ്റുക? യുക്തിവാദി ആയിക്കോട്ടെ തന്നെ കുറച്ച് സത്യസന്ധത പുലർത്തിയാൽ എന്താ പറ്റുക? എന്തേ പറ്റുമോ? നമ്മളുടെ തന്നെ ഇൻറ്റഗ്രിറ്റി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് റിലയബിളായ സോഴ്സുകളിലേക്ക് പോകാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.